താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 16-കാരൻ ജുവിൻ രാജുവിന്റെ അവയവങ്ങൾ ദാനം ചെയ്ത് മാതാപിതാക്കൾ മാതൃകയായി. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്ന ജുവിന്റെ വേർപാടിൽ നാട് വിതുമ്പുമ്പോഴും ആ കഠിന ദുഃഖത്തിനിടയിലും മറ്റുള്ളവരുടെ ജീവിതത്തിന് വെളിച്ചമേകാൻ മാതാപിതാക്കൾ മുന്നോട്ട് വന്നതോടെ 7 പേർക്കാണ് ഈ കൗമാരക്കാരൻ ജീവിതത്തിന്റെ പുതുവെളിച്ചം പകർന്നു നൽകിയത്. അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 16-കാരൻ ജുവിൻ രാജുവിന്റെ അവയവങ്ങൾ ദാനം ചെയ്ത് മാതാപിതാക്കൾ മാതൃകയായി. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്ന ജുവിന്റെ വേർപാടിൽ നാട് വിതുമ്പുമ്പോഴും ആ കഠിന ദുഃഖത്തിനിടയിലും മറ്റുള്ളവരുടെ ജീവിതത്തിന് വെളിച്ചമേകാൻ മാതാപിതാക്കൾ മുന്നോട്ട് വന്നതോടെ 7 പേർക്കാണ് ഈ കൗമാരക്കാരൻ ജീവിതത്തിന്റെ പുതുവെളിച്ചം പകർന്നു നൽകിയത്. സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി TC വാങ്ങി കൂട്ടുകാരനുമൊത്ത് മടങ്ങും വഴി ജൂൺ 15-ന് ആളൂർ കദളിച്ചിറയ്ക്ക് സമീപം വെച്ചായിരുന്നു ജുവിൻ സഞ്ചരിച്ച ഇലക്ട്രിക് സ്കൂട്ടറിൽ മറ്റൊരു വാഹനം ഇടിച്ചത്. തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ ആളൂർ ആനത്തടം സ്വദേശി പീണിക്കപ്പറമ്പിൽ രാജുവിന്റെ മകൻ ജുവിനെ രാജഗിരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജൂൺ 23-ന് പുലർച്ചെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അപകട വിവരമറിഞ്ഞ് സൗദിയിൽ നിന്നും പിതാവ് രാജു നാട്ടിലെത്തിയിരുന്നു. പാലിയേറ്റീവ് നേത്രദാന രംഗത്ത് സജീവമായ മാതാവ് ബീന രാജുവിന്റെയും കുടുംബത്തിന്റെയും തീരുമാനമാണ് ഈ അവയവദാനത്തിന് വഴിയൊരുക്കിയത്. ക്യാൻസർ രോഗികൾക്കായി മുടി നീട്ടി വളർത്തുന്നതിനിടയിലാണ് ജുവിൻ വിട പറഞ്ഞത്. ജുവിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അനന്തകൃഷ്ണൻ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. സർക്കാർ സ്ഥാപനമായ സോട്ടോ വഴിയാണ് അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. ഹൃദയം, കരൾ, വൃക്കകൾ, പാൻക്രിയാസ്, കോർണിയകൾ എന്നിവയാണ് വിവിധ ആശുപത്രികളിലായി 7 പേർക്ക് കൈമാറിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ മാതൃകാപരമായ തീരുമാനമെടുത്ത ബന്ധുക്കളെ നന്ദി അറിയിച്ചു. ബുധനാഴ്ച രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം രാജഗിരി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ജുവിന് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു.